പുറപ്പാട് പുസ്തകം 33 അധ്യായം 7 വാക്യം. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേറിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. ജീവിതത്തിൻ്റെ തിരക്കിലും ശബ്ദത്തിലും നാം പലപ്പോഴും ഒരു വലിയ സത്യം മറക്കുന്നു. ദൈവം നമ്മോടൊപ്പം ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന സത്യം. പക്ഷേ നാം അവനെ അന്വേഷിക്കുവാൻ സമയം കണ്ടെത്തുന്നില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം നിറഞ്ഞതുപോലെ തോന്നാം. എന്നാൽ ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ആ ജീവിതം ശൂന്യമാണല്ലോ. പുറത്താളുകൾ ഉണ്ടെങ്കിലും ഉള്ളിൽ ദൈവമില്ല എങ്കിൽ അത് യഥാർത്ഥ ഏകാന്തതയാണ്. ഇന്നത്തെ വചനം പറയുന്നു, മോശ പാളയത്തിന് പുറത്തായി ഒരു കൂടാരം സ്ഥാപിച്ചു. ആരെങ്കിലും ദൈവത്തെ അന്വേഷിച്ചാൽ അവിടെ എത്തണം. ഇവിടെ മനസ്സിലാകുന്ന സന്ദേശം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാം എന്നതാണ്. മോശ കൂടാരം പാളയത്തിന് പുറത്ത് സ്ഥാപിച്ചു. ഇതൊരു വെറും സ്ഥലം മാറ്റമല്ല, അതൊരു ആത്മീയ തീരുമാനമാണ്. പാപവും കലഹവും ദുഷ്ടതയും നിറഞ്ഞ് പാളയത്തിൽ നിന്ന് മാറി ദൈവത്തെ തേടാൻ അദ്ദേഹം ജനങ്ങളെ വിളിച്ചു. ഇന്നും ദൈവം നമ്മെ അതേ കാര്യം പഠിപ്പിക്കുന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിശബ്ദതയിൽ ദൈവത്തെ തേടുക. നിശബ്ദതയിൽ ദൈവം നമ്മോട് സംസാരിക്കും. നമുക്കൊരു ബോധ്യമുണ്ടാകണം, ആത്മാവ് ദൈവത്തെ കേൾക്കുന്നത് പുറം ശബ്ദങ്ങൾ നിശബ്ദമാകുമ്പോൾ മാത്രമാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നാം ഉള്ളിൽ ശാന്തരായി തീരണം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നത് വ്യക്തിപരമായ ഒരു തീരുമാനമെന്നാണ്. എല്ലാവരും കൂടാരത്തിലേക്ക് പോയില്ല. ദൈവത്തെ അന്വേഷിച്ചവർ മാത്രമാണ് അവിടേക്ക് പോയത്. അതുകൊണ്ട് തന്നെ വിശ്വാസം വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്. പക്ഷെ എല്ലാവരും ദൈവത്തോട് സമീപിക്കുന്നില്ലല്ലോ. ഇന്ന് നാം ഓരോരുത്തരും ചോദിക്കണം, ഞാൻ ദൈവത്തോട് സമീപിച്ചുള്ളതായ ഒരു ജീവിതമാണോ നയിക്കുന്നത്? വീണ്ടും ഈ ഭാഗം നമ്മോട് പറയുന്നു, ദൈവത്തെ സത്യമായി അന്വേഷിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യം ഉറപ്പായും ലഭിക്കും. മോശ കൂടാരത്തിലേക്ക് പോയപ്പോൾ ദൈവം അവരോട് സംസാരിച്ചു. അതായത് ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം മറുപടി നൽകും. ദൈവത്തെ സത്യമായി അന്വേഷിക്കുന്ന ഹൃദയം ഒരിക്കലും ശൂന്യമായി മടങ്ങില്ല എന്ന സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതുണ്ട്. നാം ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു കൂടാരം, സമ്മേളന കൂടാരം ഉണ്ടോ? ദൈവത്തോട് സംസാരിക്കുവാൻ ഞാൻ ദിവസവും സമയം മാറ്റിവെക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രാർത്ഥന ഒരു കടമയല്ലല്ലോ, ആ ദൈവവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയല്ലേ. ദൈവസാന്നിധ്യം തേടാത്ത ജീവിതം ആത്മീയമായ മരുഭൂമിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം, നമ്മുടെ ഹൃദയത്തിൽ ഒരു കൂടാരം പണിയുക. പ്രാർത്ഥനയുടെ, ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു സ്ഥലം. അവിടെ ദൈവം നമ്മെ കാത്തിരിക്കുന്നു. വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം ദൂരെയല്ല, നാം അവനെ തേടാത്തതാണ് പ്രശ്നം. മോശയെപ്പോലെ നമുക്കും പാളയത്തിന് പുറത്തേക്ക് ചെല്ലാം. അത് നമ്മുടെ ഹൃദയത്തിലെ നിശബ്ദതയാണ്. അവിടെ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ ആൾക്കൂട്ടത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് കടന്നിയെല്ലാം. ദൈവത്തെ അന്വേഷിക്കൂ, ദൈവം നമ്മെ കണ്ടെത്തും. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതം തന്നെയാണ് യഥാർത്ഥ അനുഗ്രഹം. അതിനാൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിന്റെ സാന്നിധ്യം തേടാൻ ഞങ്ങൾക്ക് ദാഹം തരണമേ. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നിന്റെ മുഖം അന്വേഷിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മോശയെപ്പോലെ
നിനക്കൊപ്പം കൂടിക്കാഴ്ച നടത്താനുള്ള കൃപ ഞങ്ങൾക്ക് പകർന്നു തരണം. ഞങ്ങളുടെ ഹൃദയം നിന്റെ വാസസ്ഥലമാകട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.